നമ്മളിപ്പോൾ കൗസൻ സ്ട്രീറ്റിലാണ്. നമ്മൾ അവിടെ നിന്ന് മസാജൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി. ഇപ്പോൾ കൗസൻ സ്ട്രീറ്റിലൂടെ നമ്മൾ നൈറ്റ് ലൈഫ് കൗസൻ അതിലൂടെ നമ്മൾ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നടക്കുക. ഫുൾ ഫോറിനേഴ്സാണ് എല്ലായിടത്തും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ചൈന ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ പോവും. ഇന്ന് ആക്ച്വലി നമ്മളൊരു നസാട്ട പാർക്കിൽ ഇവിടെ നോക്കിയാലോ, നസാട്ട പാർക്കിൽ ഒരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇന്നില്ല, മൺഡേ ഇല്ല. അപ്പം നാളെ ആയിരിക്കും മിക്കവാറും ഞങ്ങൾ പോകുന്നത്. ഇവിടെ എല്ലായിടത്തും നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ റിയലി ലൗഡ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആൻഡ് പ്ലസ് രാത്രി ആകും തോറും ക്രൗഡഡ് ആയിക്കൊണ്ട് ഇവിടെ നമുക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ തായ് സ്പെഷ്യൽ ആയിട്ടുള്ള അവരുടെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ പല്ലിയും പാറ്റയും തേളും ഒക്കെ കിട്ടും. ആക്ച്വലി നമുക്കതൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിനടുത്ത് പോയി അത് ട്രൈ ചെയ്യാൻ പോകുന്ന ആ സമയത്ത് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിച്ചപ്പോൾ ഞാനും വൈശാഖം പയ്യെ അവിടെ നിന്ന് മാറി. പിന്നെ ഇവിടുത്തെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. അതെല്ലാം അത്രയും ഫ്രഷ്നെസ്സോടു കൂടിയാണ് അവർ സെർവ് ചെയ്യുക. അത് കട്ട് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, സ്മൂത്തി ആയിക്കോട്ടെ, അത് വെച്ചുള്ള പല ഡിഷസ് ആയിക്കോട്ടെ, അത് അത്രയും ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് തരാം. ആക്ച്വലി 2-3 ദിവസത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും കുറച്ച് നേരം ഈ കാണുന്ന പുള്ളിക്കാരൻ്റെ പാട്ടൊക്കെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വൈബ് അങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. ബിഗ് ഓക്കെ big one. Yeah. One. Yep, one. Okay. ഈ കാണുന്ന പരിപാടി ചെയ്യണമെന്ന് ഞാൻ ട്രിപ്പ് വരുമ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വേദന സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നൊരു കാര്യം, ഇവിടുത്തെ ലോക്കൽസിനൊന്നും തന്നെ ഇംഗ്ലീഷ് വല്ലാണ്ട് വശമില്ല. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ കുറേ ആംഗ്യ ഭാഷ കാണിച്ചു